അമേരിക്കയ്ക്ക് പിന്നാലെ ഇറാനെ വീണ്ടും ആക്രമിച്ചിരിക്കുകയാണ് ഇസ്രായേൽ. വലിയ ആക്രമണമാണ് നടത്തിയിരിക്കുന്നത്. എന്തൊക്കെയാണ് അതിൻ്റെ വിവരങ്ങൾ? അല്ല, എന്തൊക്കെയാണ് അതിൻ്റെ വിവരങ്ങളെന്ന് പറയാം. പക്ഷെ അതിനു മുമ്പ് ഇതിൻ്റെ പ്രാധാന്യം വളരെ വളരെ വലുതാണ്. കാരണം അതിൻ്റെ ഡീറ്റെയിൽസ് പറയും മുമ്പ് വളരെ നിർണായകമായ ചില ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിലൂടെ വലിയ സന്ദേശം കൊടുക്കുന്നുണ്ട്. അത് പറയും മുമ്പ് ഇസ്രായേൽ അവരുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ഇറാൻ അവിടെ നടത്തിയ ഒരു നിർമ്മിതിയുണ്ട് ടെഹ്റാനടുത്ത്. 2017 ഇവരവിടെ ഒരു ക്ലോക്ക് എറക്റ്റ് ചെയ്തു. ഒരു ടെഹ്റാനടുത്ത് ഒരു ക്ലോക്ക് ടവർ ഉണ്ടാക്കി. നമുക്കറിയാലോ, ക്ലോക്ക് ടവറുകൾ പല നഗരങ്ങളിലും ആലുവയിലുണ്ട്, എറണാകുളത്തുണ്ട്, കൊല്ലത്തുണ്ട്, ചിന്നക്കടയിൽ ക്ലോക്ക് ടവർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ക്ലോക്ക് ടവർ ഉണ്ടാക്കി. ആ ക്ലോക്ക് ടവറിൻ്റെ പേരെന്താണെന്നറിയോ? ഡിസ്ട്രക്ഷൻ ഓഫ് ഇസ്രായേൽ. ഇസ്രായേലിൻ്റെ തകർച്ചയുടെ ക്ലോക്ക്. ആ ക്ലോക്ക് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് 2040 ആകുമ്പോൾ ആ ക്ലോക്ക് അവസാനിക്കും. അന്ന് ഇസ്രായേൽ തകരും. നമ്മുടെ ഇവിടുത്തെ സുഡാപ്പികൾ പറയത്തില്ല, 2047 ഇന്ത്യയുടെ ഭരണം സുഡാപ്പികൾ പിടിക്കും എന്ന് പോപ്പുലർ ഫ്രണ്ടുകാർ പറഞ്ഞതുപോലെ ഈ ടെഹ്റാനിൽ ഇവരുണ്ടാക്കി വെച്ചിരിക്കുന്ന ക്ലോക്ക് ടവറിലെ ഡിസ്ട്രക്ഷൻ ഓഫ് ഇസ്രായേലിൻ്റെ നാശത്തിൻ്റെ ക്ലോക്ക് എന്നൊരു സാധനം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ സൂചി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. 2040 എത്തുമ്പോൾ ഇറാൻ്റെ ലക്ഷ്യം ഇസ്രായേലിനെ ഉന്മൂലനം ചെയ്യുക. അതിൻ്റെ ക്ലോക്ക് ഉണ്ടാക്കി വെച്ചിരുന്നു. അത് ഇന്നത്തെ ആക്രമണത്തിൽ അത് തകർത്തു ഇസ്രായേൽ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇസ്രായേലിൻ്റെ ഈ വിമാനങ്ങൾ ഏതാണ്ട് 1800 കിലോമീറ്റർ പറന്ന് ചെന്ന്, നമ്മളിത് സംസാരിക്കുന്നത് ഇപ്പോൾ എത്ര മണിക്കാണ്? 4:10, ഏതാണ്ട് 3 മണിക്ക് ശേഷം, പകൽ 3 മണിക്ക് ശേഷം ഇന്ത്യൻ ടൈം ഈ അപമാനകരമായ ഈ ക്ലോക്ക് ടവർ തകർത്ത് കളഞ്ഞു. അപ്പോൾ അത് മാത്രമല്ല, പക്ഷേ ഇതിന് വളരെ പ്രതീകാത്മകം. ഒരു രാജ്യം വേറൊരു രാജ്യത്തെ അടുത്ത 15 വർഷത്തിനകം, 2025 15 വർഷത്തോടെ കഴിയുമ്പോൾ ഞങ്ങൾ ആ രാജ്യത്തെ പൂർണ്ണമായും തകർത്തിരിക്കും എന്ന പ്രഖ്യാപിത ലക്ഷ്യവുമായി ഒരു ക്ലോക്ക് ഉണ്ടാക്കി വെക്കുക. എന്നിട്ട് ഇവരിപ്പോൾ പറയാണ് അമേരിക്ക കാണിച്ചിരിക്കുന്ന ക്രിമിനൽ കുറ്റമാണ്, അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഇസ്രായേൽ തന്നെയാണ് മറ്റൊരു സ്വതന്ത്ര പരമാധികാര രാജ്യത്തെ 15 വർഷത്തിനകം ഞങ്ങൾ തകർത്തിരിക്കും എന്ന് കാണിച്ചൊരു ക്ലോക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അത് ഇസ്രായേലിന് ക്ഷമിക്കാവുന്നതിനും സഹിക്കാവുന്നതിനും അപ്പുറമാണ്. അതിനു വേണ്ടിയിട്ടാണ് ഇവർ ഈ ന്യൂക്ലിയർ ആയുധങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇസ്രായേലിൻ്റെ ഭാഗത്ത് ന്യായമുണ്ട്. ഞങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ ഈ തലമുറയ്ക്ക് മാത്രമല്ല, അടുത്ത തലമുറയ്ക്ക്, ജൂതന്മാർ ഇനി ഭൂമിയിൽ ബാക്കി നിൽക്കണമെങ്കിൽ ഇറാൻ ഉണ്ടാക്കി വച്ചിരിക്കുന്ന അണവായുധങ്ങൾ നശിപ്പിക്കണമെന്ന് ഇസ്രായേൽ പറയുന്നതിൻ്റെ ഒരു ന്യായീകരണം ഈ ക്ലോക്കാണ്. 15 വർഷത്തിനുള്ളിൽ ഇസ്രായേലിനെ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കും എന്ന് പറഞ്ഞൊരു പ്രതീകാത്മകമായിട്ടൊരു ക്ലോക്ക് ടവർ വരെ ഉണ്ടാക്കി വെച്ചിരിക്കുകയായിരുന്നു അവർ. അത് ഇന്ന് ഇസ്രായേലിൻ്റെ വിമാനങ്ങൾ പറന്നെത്തി തകർത്തു. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഫോർദോ എന്ന് പറയുന്ന ഇവരുടെ ആണവ പരീക്ഷണ കേന്ദ്രമാണ്. ഇസ്രായേൽ ആക്രമിച്ചു. പക്ഷേ ഇസ്രായേലിന് ഈ മലയ്ക്കുള്ളിലേക്ക് ഇറക്കി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് തകർക്കാൻ പറ്റിയില്ല. ഇപ്പോൾ ലോകം മുഴുവൻ ചർച്ച ചെയ്തതുപോലെ അമേരിക്കൻ ബോംബർ വിമാനങ്ങളിൽ B-2 സ്പിരിറ്റ് വന്ന് അത് ബോംബിട്ട്, ബങ്കർ ബസ്റ്റർ ബോംബുകളിട്ട് തകർത്തു. എന്നിട്ടും ഇസ്രായേലിന് കലിയടങ്ങിയില്ല. ഇന്ന് ഇത് ഇസ്രായേലിൽ നിന്ന് പറന്ന് ചെന്ന വിമാനങ്ങൾ ഫോർദോയുടെ ആ പ്രദേശത്ത് വീണ്ടും ബോംബ് കൊണ്ട് ഒരു വിളയാട്ടം നടത്തി. ബോംബുകൾ തീമഴയായി അവിടെ പെയ്തു. അപ്പോൾ തകർന്ന് ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ച് ആ മല ഇളകി തവിട് പൊടിയായി കിടക്കുന്നിടത്തേക്ക് ഇസ്രായേൽ ബോംബിട്ടാൽ അതിൻ്റെ ആഘാതം 10 മടങ്ങായിരിക്കും. അപ്പോൾ എന്തായാലും തകർക്കപ്പെട്ട സ്ഥലത്ത് വീണ്ടും ബോംബുകൾ ഇട്ടു. ഇപ്പം ലോകം മുഴുവൻ പറയുന്നത് ആറ്റമിക വികിരണങ്ങൾ, അണുവികിരണം പുറത്തേക്ക് വന്നിട്ടുണ്ടോ? ന്യൂക്ലിയർ കേന്ദ്രമല്ലേ, സമ്പുഷ്ട യുറേനിയം U-235 238 അവിടെ ഉണ്ട്. 6 മുതൽ 9 വരെ ബോംബുകൾ ഉണ്ടാക്കാൻ പറ്റുന്ന 60% എൻട്രി ചെയ്ത യുറേനിയം അവിടെ ഉണ്ടെന്നൊക്കെ പറയുന്നൊരു സ്ഥലം. ചെർണോബിൾ പോലെയൊക്കെ ആയിട്ട് ഇത് മാറാം എന്നൊക്കെ പറഞ്ഞുള്ള തിയറികൾ പറയുന്നുണ്ട്. പക്ഷേ ഇറാൻ പറയുന്നത് കാര്യമായ അണുവികിരണമൊന്നുമില്ല. അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയും പറയുന്നു കാര്യമായ അണുവികിരണം ഇല്ല എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ചിലരൊക്കെ പറയുന്നുണ്ട് അത് കാര്യമായിട്ടൊന്നും ഏറ്റിട്ടുണ്ടാവില്ല എന്ന്. പക്ഷെ ഞാൻ അങ്ങനെയല്ല വിശ്വസിക്കുന്നത്. കാരണം അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ കയ്യിലൊരു പാവയാണ്. അവിടെ അണുവികിരണം ഉണ്ടെങ്കിലും ചിലപ്പോൾ ഇല്ല എന്ന് അവർ പറഞ്ഞു എന്നിരിക്കും. പിന്നെ ഇറാനെ സംബന്ധിച്ച് ഞങ്ങൾക്കൊന്നും പറ്റിയില്ല, ഞങ്ങളുടെ എല്ലാം നശിച്ചേ, എൻ്റെ എല്ലാം പോയെന്ന് നിലവിളിക്കാൻ ഇറാൻ ആഗ്രഹിക്കുന്നുമില്ല. അതുകൊണ്ട് ഇറാനും പറയാത്തതാവും. സത്യം നമ്മൾ മനസ്സിലാക്കുന്നതിലും അറിയുന്നതിനും അപ്പുറത്തായിരിക്കും സത്യം. ഏതായാലും അവിടെ വീണ്ടും ഫോർദോയിൽ ഇന്ന് പകൽ ഇറാൻ്റെ മണ്ണിലേക്ക്, ഇറാൻ്റെ ആകാശത്തേക്ക് പറന്നു വന്ന ഇസ്രയേലി ബോംബറുകൾ തീമഴ പെയ്യിച്ചിരിക്കുന്നു. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, ഇറാനിലെ 6 എയർപോർട്ടുകൾ തകർത്തു.
6 എയർപോർട്ടുകൾ തകർത്തതിൻ്റെ കണക്ക് IDF ഇപ്പോൾ ഒരു വാർത്താക്കുറിപ്പ് പോലെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 15 വിമാനങ്ങൾ തകർത്തു, അറ്റാക്ക് ഹെലികോപ്റ്ററുകൾ തകർത്തു. ഈ തകർക്കപ്പെട്ട വിമാനങ്ങളിൽ ഒരു റീഫ്യൂവലിംഗ് വിമാനമുണ്ട്. അമേരിക്ക പണ്ട് കൊടുത്ത F-14 വിമാനങ്ങൾ ഇറാൻ്റെ കയ്യിലുണ്ട്. F-5 ഉണ്ടായിരുന്നു, ഒരു AH-1 ഉണ്ടായിരുന്നു. ഇത്രയും ഞങ്ങൾ തകർത്തു എന്നും വിഷ്വൽസ് സഹിതം പറയുന്നുണ്ട്. അതുകൂടാതെ ഞങ്ങൾ വിമാനത്താവളങ്ങൾ ആക്രമിച്ചു. ഒന്ന് താബ്രിസ്, ഹമേദാൻ, തെഹ്റാനോട് ചേർന്നുള്ള മെഹ്റാബാദ്, ഡിസ്ഫുൾ, ഷാഹിദ്, ബഖ് ഹിറ്റാരി എന്ന് പറയുന്ന സ്ഥലങ്ങളിലുള്ള 6 വിമാനത്താവളങ്ങൾ ആക്രമിച്ചു എന്ന് ഗ്രാഫിക്സ് സഹിതം അതിൻ്റെ വീഡിയോസ് ഉൾപ്പെടെ ഇപ്പോൾ IDF പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പോൾ വലിയ തോതിലുള്ള ആക്രമണങ്ങൾ നടത്തി. ഫോർദോ വിമാനത്താവളങ്ങൾ തകർത്തു, വിമാനങ്ങൾ തകർത്തു. ഇത് കൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് ശ്രദ്ധയപ്പെട്ടത്, നേരത്തെ ഈ ഡിസ്ട്രക്ഷൻ ക്ലോക്ക് ഇസ്രായേലിന് അപമാനം, അത് തവിടുപൊടിയാക്കി കളഞ്ഞു. അതുകൂടാതെ ഇവരുടെ പ്രധാനപ്പെട്ട ഒരു എലീറ്റ് ഫോഴ്സായി റവല്യൂഷണറി ഗാർഡ് ഉണ്ടല്ലോ, ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ്സ് എന്ന് പറയുന്ന IRGCയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ആക്രമിച്ചു. 100 കണക്കിന് IRGC ഭടന്മാർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഇസ്രായേൽ പറയുന്നത്. അപ്പം ഈ ഖമനേയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള ഒരു സേനയാണ് IRGC. ഇറാൻ പട്ടാളത്തിന് പാരലായിട്ടുണ്ടാക്കിയിരിക്കുന്ന മത നിയമങ്ങൾ കൂടി നടപ്പാക്കാൻ ഉദ്ദേശിച്ച് സൈനിക പരിശീലനം കൊടുത്തിട്ടുള്ള IRGCയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ആക്രമിച്ചതിൻ്റെ ഭാഗമായി 100 കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു എന്ന് ഇറാൻ പറയുന്നു. അതുകൂടാതെ ഇവരുടെ ഒരു ഐഡിയോളജിക്കൽ ഹെഡ്ക്വാർട്ടേഴ്സ് ഉണ്ട്, പ്രത്യയശാസ്ത്ര ഹെഡ്ക്വാർട്ടേഴ്സ്, അത് തകർത്തിട്ടുണ്ട് എന്ന് പറയുന്നു. പിന്നെ ഈ മറ്റേ ഡിസ്ട്രക്ഷൻ ക്ലോക്ക് ഉണ്ടല്ലോ, ഇസ്രായേൽ നശിച്ചു പോകണം 2040 എന്ന് പറഞ്ഞു വെച്ചിരിക്കുന്ന ക്ലോക്ക് ഒരു പലസ്തീൻ സ്ക്വയർ എന്ന് പറഞ്ഞ് ഉണ്ടാക്കി വെച്ചിട്ട് അവിടെയാണ് വെച്ചത്. ഇപ്പോൾ പലസ്തീൻ സ്ക്വയർ ഇപ്പോൾ ഭൂമിയിലില്ല, അതിൻ്റെ കഥ കഴിഞ്ഞു. അവിടെ ഒരു വലിയ കുഴി മാത്രമേ ഉള്ളൂ. ഈ ക്ലോക്കും ഇല്ല, ക്ലോക്കിരുന്ന സ്ഥലവും ഇല്ല. പിന്നെ ബാസിച്ച് ഹെഡ്ക്വാർട്ടേഴ്സ് തകർത്തു എന്ന് പറയുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അവിടുത്തെ ഇവൻ പ്രിസൺ എന്ന് പറയുന്ന അവിടുത്തെ ഏറ്റവും വലിയ ജയിലുണ്ട്. ഈ ജയിൽ ആക്രമിച്ചു എന്ന് മാത്രമല്ല, ജയിലിൽ തകർത്തു കളഞ്ഞു. ഇറാനിലെ ഏറ്റവും വലിയ ജയിലാണ്, ഏറ്റവും ഭീകരരായ കുറ്റവാളികളെ താമസിച്ചിരിക്കുന്നത് ജയിലെന്ന് ഇറാൻ പറയുന്നു. പക്ഷേ കൂടുതൽ പേരും കുറ്റവാളികളൊന്നുമല്ല, ഇറാനിലെ മതഭരണകൂടത്തിനെതിരെ നിലപാടുകൾ എടുക്കുകയും അവർക്കെതിരെ പ്രതിഷേധിക്കുകയും ചെയ്തിരുന്ന രാഷ്ട്രീയ തടവുകാരെയും സ്വാതന്ത്ര്യ പ്രണയികളായിട്ടുള്ള സ്ത്രീകളെയും ഉൾപ്പെടെയുള്ള ആളുകളെ പാർപ്പിച്ചിരുന്ന ജയിലാണ് തകർത്തിരിക്കുന്നത്. അപ്പോൾ ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ജയിലിലെ തടവുപുള്ളികളെ കൊന്നിട്ടില്ല, ജയിൽ കെട്ടിടം തകർത്തു, അതിൻ്റെ വാതിലുകളും ഗേറ്റും ഒക്കെ തകർത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ജയിൽ പുള്ളികളെല്ലാം സ്വതന്ത്രമായി പുറത്തേക്ക് ഇറങ്ങണം. അപ്പോൾ ഇസ്രായേലിന് ഒരു ലക്ഷ്യമുണ്ട്, റിജീം ചേഞ്ചാണ്, ഭരണമാറ്റം കൂടി അവിടെ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ സർക്കാരിനെതിരെ നിലപാടെടുത്തിട്ടുള്ള ആളുകൾ ജയിലിലുണ്ട്, അവരെ ജയിൽ തുറന്ന് ഇസ്രായേൽ പുറത്തു വിട്ടിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ടും പുറത്തു വരുന്നത്. ഇസ്രായേൽ ഇപ്പോൾ നടത്തിയിരിക്കുന്ന ആക്രമണത്തെ ചെറുക്കാൻ ഇറാൻ ഒന്നും കഴിഞ്ഞില്ല. ഇറാൻ ഒരു 4 മിസൈലുകൾ ഇസ്രായേലിലേക്ക് അയച്ചിരുന്നു, അത് 4ഉം ഇൻ്റർസെപ്റ്റ് ചെയ്തു എന്നുള്ള വാർത്തയും കൂടെ വരുന്നുണ്ട്. ഏതായാലും ആക്രമണം കഴിഞ്ഞു. ഇറാൻ ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞത് എന്താണ്, അമേരിക്കയുടെ യുദ്ധപര്യന്തമുള്ള ചരിത്രത്തിൽ ഒരിക്കലും മറക്കാത്ത മറുപടി ഞങ്ങൾ നൽകുമെന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ ഹോർമുസ് കടലിടുക്ക് അടയ്ക്കുമെന്ന് പാർലമെൻറ്റ് തീരുമാനിച്ചിട്ടുണ്ട്. പാർലമെൻറ്റ് തീരുമാനിച്ചാലും അവരുടെ സെക്യൂരിറ്റി കൗൺസിലിൻ്റെ അംഗീകാരം വേണം. പക്ഷേ അത് അടയ്ക്കുമോ എന്ന് ചോദിച്ചാൽ അത്ര പെട്ടെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇറാൻ തന്നെ അവരുടെ ഏറ്റവും ആകെയുള്ള സമ്പാദ്യം, വരുമാന മാർഗമെന്ന് കുറച്ച് എണ്ണയുള്ളത് വിൽക്കുന്നതാണ്. ഈ എണ്ണ ചൈന വാങ്ങുന്നുണ്ട്, പിന്നെ ചില ഗൾഫ് രാജ്യങ്ങൾ വാങ്ങുന്നുണ്ട്, ഖത്തർ ഉൾപ്പെടെ വാങ്ങുന്നുണ്ട്, പിന്നെ ഈ സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ എണ്ണ കൊണ്ടുപോകുന്ന വഴിത്താരയും ഹോർമുസ് കടലിടുക്കാണ്. ഹോർമുസ് കടലിടുക്ക് അടച്ചു കഴിഞ്ഞാൽ ലോകത്ത് വലിയ ക്രൈസിസ് ഉണ്ടാവും, ഫ്യൂവൽ ക്രൈസിസ് ഉണ്ടാവും, ഇന്ധനവില ഷൂട്ടപ്പ് ചെയ്ത് കയറും. അത് ഇറാനെ ഉൾപ്പെടെ ബാധിക്കും. ഇറാന് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന വരുമാനം പോലും ഇല്ലാതാക്കുന്ന പരിപാടിയായിരിക്കും ഹോർമുസ് കടലിടുക്ക് അടയ്ക്കുന്നത്. അതുകൊണ്ട് അത് അവരടയ്ക്കുമോ എന്ന കാര്യം ഇപ്പോഴും സംശയമാണ്. പാർലമെൻറ്റ് തീരുമാനിച്ചുവെങ്കിൽ പോലും, നമ്മുടെ ഇവിടുത്തെ പോലെ പാർലമെൻറ്റ് തീരുമാനിച്ചാൽ അത് അവസാന വാക്കല്ല, അത് ഖമനേയിയുടെ ഒരു സുരക്ഷാ കൗൺസിലിൻ്റെ അംഗീകാരം കൂടെ വേണം. അതിലേക്ക് ഇതുവരെ 2 ദിവസമായിട്ട് പറയുന്നുണ്ടെങ്കിലും അതിൻ്റെ തീരുമാനം വന്നിട്ടില്ല. ഹോർമുസ് കടലെടുക്ക് അടച്ചാൽ ഒരുപക്ഷെ വീണ്ടും അമേരിക്കയുടെ ഒരു ആക്രമണം കൂടി ഉണ്ടാവും എന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നുണ്ട്. ഏതായാലും ഇറാൻ ഈ വിചാരിക്കുന്നത് പോലെയല്ല കാര്യങ്ങൾ. ഇറാന് ഈ മൂന്നാമത്തെ ആക്രമണം, ആദ്യം ഇസ്രായേൽ ആക്രമിച്ചു, പിന്നെ അമേരിക്കയെ ആക്രമിച്ചു, ഇസ്രായേൽ വീണ്ടും ആക്രമിച്ചിരിക്കുന്നു. ഇസ്രായേലിനെ ഒന്ന് തൊടാൻ പോലും കഴിയാതെ
അവരുടെ വിമാനങ്ങൾ ആക്രമണം നടത്തി തിരിച്ചു വന്നിട്ടുണ്ട്. നമ്മൾ പറയാറുണ്ട് ഇസ്രായേലിൻ്റെ വിമാനങ്ങൾ ആക്രമിക്കാൻ പോകുന്നത് ഒരു പ്രകടനം പോകുന്ന പോലെയാണ്, ഘോഷയാത്ര പോലെ. 200 വിമാനമാണ് കഴിഞ്ഞ ദിവസം പോയി ആക്രമിച്ചിട്ട് തിരിച്ചു വന്നത്. ഒരെണ്ണത്തിന് പോലും ഒന്നും പറ്റിയില്ല. ഇപ്പോഴും ഈ പറയുന്നത് പോലെ 100 കണക്കിന് വിമാനങ്ങൾ പോയി ആക്രമണം നടത്തി അവർ ഈ പറയുന്ന ലക്ഷ്യങ്ങളൊക്കെ ഭേദിച്ചിട്ട് തിരിച്ചു വന്നിരിക്കുന്നു. അപ്പോൾ അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ വീണ്ടും ഓർമ്മിക്കേണ്ടതുണ്ട്. ഒന്ന്, സിറിയയുടെയും ഇറാഖിൻ്റെയും മുകളിലൂടെ പറന്നിട്ടാണ്, മിനിമം 2 ഇസ്ലാമിക രാജ്യങ്ങളുടെ മുകളിലൂടെയെങ്കിലും പറന്നിട്ടാണ് അമേരിക്കൻ ബോംബറുകൾ പോയിട്ട് ആക്രമണം നടത്തിയത്. പാകിസ്ഥാൻ്റെ മുകളിൽ കൂടെ പോയി എന്നൊരു തെറിയും കൂടിയുണ്ട്. ഏതായാലും ചുറ്റുമുള്ളത് ഇസ്ലാമിക രാജ്യങ്ങളുടെ മുകളിൽ കൂടെ പറന്നിട്ടാണ്, അവരുടെ അറിവോടും സമ്മതത്തോടും കൂടിയിട്ടാണ് അമേരിക്ക ആക്രമണം നടത്തിയിട്ടുള്ളത്. ഇസ്രയേലിന് പോകണമെന്നുണ്ടെങ്കിലും ഇറാഖ് ഉൾപ്പെടെയുള്ള മുസ്ലിം രാജ്യങ്ങളുടെ മുകളിലൂടെ പറന്നിട്ട് വേണം അവിടെ പോയി ഇന്ന് ഈ പകല് ഇസ്രയേലിന് ഇറാനെ ആക്രമിക്കാൻ കഴിയുക. അപ്പോൾ ഈ അറബ് ലോകം എന്ന് പറയുന്ന ഈ കൂട്ടരുണ്ടല്ലോ, പണ്ട് 6 ദിവസ യുദ്ധമൊക്കെ ഇസ്രയേലിനൊക്കെ നടത്തിയ അറബ് ലോകം ഇപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ ഹീറോ ഇപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ അത് ഖമനയെക്കുറിച്ച് ചോദിച്ചാൽ ഏത് പൊത്തിലാണെന്ന് അറിയത്തില്ല. പക്ഷേ നിങ്ങളുടെ ഹീറോ, അന്നത്തെ ഹീറോയിൽപ്പെട്ട ജോർദാൻ ഇപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചാൽ ജോർദാൻ വെടിവെച്ചുകൊണ്ടിരിക്കുക. എന്താണെന്നറിയോ? ഇറാൻ ഇസ്രയേലിലേക്ക് അയക്കുന്ന മിസൈലുകളും ഡ്രോണുകളും വെടിവെച്ചിട്ട് കൊണ്ടിരിക്കുന്ന രാജ്യങ്ങളിലൊന്ന് ജോർദാനാണ്. ഏതായാലും ഇറാനെ സംബന്ധിച്ച് ഇറാൻ അങ്ങനെ ഒന്നും കിടന്നുറങ്ങാൻ പോകുന്നില്ല. കിടക്കപ്പുറതിയില്ല. ടെഹ്റാൻ നഗരത്തിലാണ്, തലസ്ഥാന നഗരത്തിലാണ് ഇസ്രായേൽ ഫൈറ്റേഴ്സ് വന്ന് ഒരു മേഞ്ഞിട്ട് ഇപ്പോൾ തിരിച്ചു പോയിരിക്കുന്നത്. ഈജിപ്തിനെ പറ്റി കേൾക്കാനില്ല. ഈജിപ്ത് ഇവിടെ ഉണ്ടാ, ഈജിപ്ത് മൗനവ്രതത്തിലാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.